ഇന്നത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയ പരാജയപ്പെട്ടു. പക്ഷേ EP ചാനൽ ഞാൻ നാവ് വഴിയുണ്ട്. EP ചാനലല്ല, മരമുറി ചാനൽ പുതിയ ഒഫീഷ്യൽ എന്നെല്ലാം പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഓനല്ലേ ആണ്ടോ, ഓൻ അതും കൊടുക്കും, അതിൻ്റെ അപ്പുറം കൊടുക്കും. ഓൻ വെറും ബിസിനസ് മാഗ്നറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മാഗ്നറ്റാണ് ഓൻ കൊടുക്കുന്നത് എന്നാന്ന് ഞാൻ കാണിച്ചു തരാം. എന്നറിയാം, ഓസ്ട്രേലിയ പരാജയപ്പെട്ടത് ആൻഡൻ സാംബെ മര്യാദക്ക് ബോൾ ചെയ്യാത്തത് കൊണ്ടാണ്. ഇതെനിക്ക് പറഞ്ഞു തന്നത് EP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണ പദാർത്ഥമുണ്ട്, നമ്മളെ മാഗിക്ക് വരെ ഉപയോഗിക്കുന്നൊരു ഭക്ഷണ പദാർത്ഥമുണ്ട് EP. ഈ എടാ നിന്നിൽ എന്താണ് പറയേണ്ടത്? കുരങ്ങ എന്നുള്ളത് സഭ്യമായ ഭാഷയാണ്. അത് മനുഷ്യനെ പോലെ ഒരു മൃഗം ആണ് കുരങ്ങ്. എടോ നീയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയല്ലേ മറ്റേ തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരന്തം ഓനെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കൊടുത്തിട്ട് നമ്മളെ കുഞ്ഞിക്കെതിരെ അത് കൊടുക്കുമ്പേ നമുക്ക് തോന്നിനി ഇതിനെല്ലാം പിറകിൽ ഒരു EP കിടക്കുന്നുണ്ട്. ആ EP ആണ് വ്യാവസായിക ഉന്നമനത്തിന് വേണ്ടി, കേരളത്തിൻ്റെ വ്യാവസായിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച EP. ആത്തോടാ എനിക്കെല്ലാം ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ജനതയ്ക്ക് എല്ലാവർക്കും അറിയാം. പയ്യന്നൂരിലെ പ്രശ്നം എന്ന് പറയുന്നത് ഭൂമാഫിയ സംഘങ്ങളാണ്. അതിൽ കുറേ ഉണ്ട്. കടലുണ്ട്, നാരങ്ങയുണ്ട്. നാളെ ഞാൻ ജീവിച്ചിരിക്കും അറിയില്ല, എന്നാലും ഞാനിത് കൊടുക്കുകയാണ്. കടലുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കടല. നിങ്ങളെ റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകനല്ലേ TV പ്രസാദ്, ഓനോട് ചോദിച്ചാൽ അറിയാം. ഓനിത് കൊടുക്കൂല, ഒരിക്കലും കൊടുക്കൂല. TV പ്രസാദ് ഒരിക്കലും ഈ സാധനം കൊടുക്കൂല. ഓന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. എന്താ പ്രസാദേ, നീ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നീ പണ്ട് SFIയുടെ യൂണിയൻ ചെയർമാനായിരിക്കുന്ന സമയത്ത് നമ്മൾ പയ്യന്നൂർ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ഒരാളാണ്. TV പ്രസാദിന് അറിയാത്ത ഒരു കാര്യങ്ങൾ പയ്യന്നൂരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ TV പ്രസാദേ, ഇതിനെല്ലാം പിന്നിൽ എന്നെപ്പോലെ വെള്ളത്തടിയിലൊരുത്തനാണ് പ്രവർത്തിക്കുന്നത്. അവൻ ബുദ്ധിജീവിയാണ്, കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി. എന്നാണ് കമ്മ്യൂണിസം എന്നുള്ളത്. ഓനും ഞാനും ഡിബേറ്റിന് വേണമെങ്കിൽ ഞാൻ തയ്യാറാണ്. അവനോടും ഡിബേറ്റിന് വരാൻ വേണ്ടി പറ.